ഇനി കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട കേസാണ്. അത് അന്വേഷിക്കാൻ തീരുമാനിച്ചതും SIT രൂപീകരിച്ചതൊക്കെ ഒരുപാട് UDF പ്രവർത്തകരെ വളരെ സന്തോഷിപ്പിച്ച വാർത്തകളായിരുന്നെങ്കിൽ പക്ഷേ പിന്നീട് വരുന്നത് അത്ര സന്തോഷം നൽകുന്ന കാര്യമല്ല UDF പ്രവർത്തകർക്ക് എന്നുള്ളതാണ്. കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ കൂടുതലും CPM അനുകൂല പോലീസ് ഉദ്യോഗസ്ഥരെന്നുള്ള പരാതികൾ ഉയരുകയാണ്. അന്വേഷണ സംഘത്തിലെ അംഗമായ വടകര CI ദിനേശ് AV CPM സഹയാത്രികരാണ്. ചാനിയംകടവിൽ ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ അതിക്രമം നടത്തിയെന്ന പരാതിയുള്ള SI രഞ്ജിത്തും SITയിലുണ്ട്. കോഴിക്കോട് റൂറൽ SP CPM സഹയാത്രികരെ കുത്തി നിറച്ചെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിൽ വിമർശിച്ചു. മുഹമ്മദ് അസ്ലം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. അസ്ലം, ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്നുള്ളത് UDF പ്രവർത്തകരുടെ എക്കാലത്തെയും ആവശ്യമായിരുന്നു. ഒടുവിൽ അതൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തപ്പോൾ അവിടെ വലിയ പരാതികൾ ഉയരുന്നു. കാരണം CPM അനുഭാവികളെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു SIT ആണ് രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അന്വേഷണം എത്രത്തോളം കൃത്യമായി മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക ഇപ്പോൾ പ്രവർത്തകർക്കിടയിലുണ്ടോ? ജിൽസി, അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിൽ പാറക്കൽ അബ്ദുള്ള MLA നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രി മുൻകൈയെടുത്തുകൊണ്ട് യതീഷ് ചന്ദ്ര, കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ആ ഒരു തീരുമാനത്തെ UDF പ്രവർത്തകർ വലിയ തോതിൽ സ്വാഗതം ചെയ്തു. മാത്രമല്ല യതീഷ് ചന്ദ്രയുടെ മേൽനോട്ടം ഈ കേസിന് ഗുണം ചെയ്യുന്നവർ കരുതുന്നു. അതേസമയം തന്നെ അതിന്റെ അന്വേഷണം ചുമതല നൽകിയിരിക്കുന്ന വടകര SP ആണ്. വടകര റൂറൽ SP ആണ് ശരിക്കും ഈ അന്വേഷണ സംഘത്തിലെ മറ്റു ഉദ്യോഗസ്ഥരെ നിർദ്ദേശിച്ചത്. അതിൽ പാളിച്ച പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ UDFന്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ തന്നെ പ്രവർത്തകർ വലിയ തോതിൽ വിമർശമായി തന്നെ ഉന്നയിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട DYSP T മനോഹരനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ജനുവിനായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. മറ്റു പരാതികൾ ഉയരുന്നില്ല. അതേസമയം തന്നെ അതിൽ മൂന്നാമത്തെ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത് ദിനേശ് AV ആണ്. അത് വടകര CA ആണ്, സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹം CPM സഹയാത്രികരാണ്, കണ്ണൂരിലെ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയിൽ ഇവർക്ക് സംശയമുണ്ട്. മറ്റൊന്ന് K രഞ്ജിത്താണ്, SI ആയിട്ടുള്ളത് K രഞ്ജിത്താണ്. അദ്ദേഹം നമുക്കറിയാം തിരുവള്ളൂരിൽ ചാനിയംകടവിൽ ഒരു ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് പോവുകയും ഒരു പ്രസവിച്ച് 20 ദിവസം മാത്രമായ ഒരു സ്ത്രീയുടെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചുള്ള വലിയ പരാതി വരികയും വലിയ തോതിൽ വാർത്തയാവുകയും ചെയ്താണ് ആ രഞ്ജിത്തും അന്ന് UDF പ്രവർത്തകരുമായി വലിയ തോതിൽ കോർക്കുകയും ചെയ്ത ആ രഞ്ജിത്ത് ഇതിൽ അന്വേഷണ സംഘത്തിലുണ്ട്. മറ്റൊന്നെന്ന് വെച്ചാൽ സുധീഷ് എന്ന് പറയുന്നത് സിവിൽ പോലീസ് ഓഫീസറാണ്, ക്രൈംബ്രാഞ്ചുള്ള. അദ്ദേഹം പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇടത് സഹയാത്രികനാണ്, CPM സഹയാത്രികനായ ഒരാളാണ്. അതോടൊപ്പം മറ്റു കാര്യങ്ങൾ, അത് വിജേഷ് ഉൾപ്പെടെയുള്ള മറ്റു ആൾക്കാരൊക്കെ തന്നെ അതിൽ 1 2 ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അന്വേഷണ സംഘത്തിലെ ഭൂരിഭാഗം പേരും CPM സഹായത്തിലാണ്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രശ്നമായിട്ട് അവർ കാണുന്നില്ല. പകരം ആഭ്യന്തര വകുപ്പ് യതീഷ് ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ കോഴിക്കോട് റൂറൽ SP എന്ന അർത്ഥത്തിലാണ് അന്വേഷണം നിയോഗിച്ചത്. അതേസമയം തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിർദ്ദേശിച്ചത് പിന്നെ വടകര റൂറൽ SPയുടെ ഭാഗത്തു നിന്നാണെന്നുള്ള സൂചനകളാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വടകര SPക്കെതിരെയാണ് കൂടുതലും പ്രതിഷേധം ആ അർത്ഥത്തിൽ ഉയരുന്നത്. VP ദുൽകിഫിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫേസ്ബുക്കിലൂടെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറിയതും അല്ലെങ്കിൽ സർക്കാർ മാറിയതും തന്നെ വടകര റൂറൽ SP അറിഞ്ഞിട്ടില്ല. പിന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരെ കുത്തിനിറച്ചാണോ അന്വേഷണ സംഘം രൂപീകരിക്കുന്നത് എന്ന ചോദ്യമൊക്കെ ഫേസ്ബുക്കിലൂടെ ദുൽകിഫിൽ ചോദിക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും മനസ്സിലാക്കുന്നിടത്തോളം സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള പ്രവർത്തകർ തന്നെ നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ ഉള്ള ഒരു അമർഷം അറിയിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും SITയുടെ അന്വേഷണം, കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ അന്വേഷണം അത് പ്രഖ്യാപിച്ചപ്പോൾ വലിയ തോതിലുള്ള ആവേശവും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും യൂത്ത് ലീഗ് പ്രവർത്തകർക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും പൊതുവെ ഉണ്ടായിരുന്നു. ആരാണ് അതിന് പിന്നിൽ നിന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അതേസമയം അന്വേഷണ സംഘത്തിന്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ, അതിന്റെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരിലേക്ക് പോകുമ്പോൾ അതിൽ CPM അനുഭാവികളെ കുത്തിനിറച്ചത് പക്ഷേ ശരിയായ ഇതിലേക്ക് എത്തുമോ അതോ വീണ്ടും പഴയതുപോലെ അന്വേഷണം പോകുമോ എന്നൊരു സംശയം കൂടെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥർ, ഏതെങ്കിലും അനുഭാവികൾ അപ്പുറത്തേക്ക് നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ വച്ചുകൊണ്ട് ഈ ഒരു അന്വേഷണം കൊണ്ടുപോകണമെന്നാണ് UDF പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള ഈ SITയിൽ അന്വേഷണം നടത്തിയാൽ എത്ര കണ്ട് നിലവിലെ യാഥാർത്ഥ്യം പുറത്തു വരുമെന്നുള്ള ഒരു ആശങ്കയൊക്കെ UDF പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPM അനുഭാവികളായ ഉദ്യോഗസ്ഥരെ കുത്തി നിറച്ച ഒരു SIT ആണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് നിലവിലെ പ്രതിഷേധം എന്ന് പറയുന്നത്.